ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ കാർഡ്ബോർഡിൻ്റെ ഒരു വലിയ ബോക്സാണിത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ നിന്ന് ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു കുട്ടി വീട് മേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് ഈ ഒരു കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് നമ്മളൊരു വലിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളൊരു സ്ക്വയർ ഷേപ്പാണ്, ഒന്നല്ല 2 സ്ക്വയർ ഷേപ്പാണ് നമ്മൾ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ 15 × 12 എന്നുള്ള ആ ഒരു അളവ് കൊടുത്തിട്ടാണ് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു വശം 15 ഇഞ്ചും 15 സെൻറ്റിമീറ്റർ, ഒരു വശം 15 സെൻറ്റിമീറ്ററും അടുത്ത വശം 12 സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ അതേപോലെ 2 പീസാണ് സ്ക്വയർ പീസാണ് നമ്മൾ ഈ ഒരു ഇതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനത് ഇതുപോലെ ജസ്റ്റ് പെൻസിലൊക്കെ വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു എക്സ്റ്റൻഷൻ ബ്ലേഡ് വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയുള്ള കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതുപോലെ ചെറിയ കത്രിക ഒക്കെ എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതാ നമ്മുടെ 2 പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് ചെറുതാക്കണം. അതായത് നമ്മൾ വീടാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു മേൽക്കൂര പോലെ, മേൽക്കൂരയല്ല, ജസ്റ്റ് ഒരു ചെരിവ് വരുമല്ലോ ഒരു സൈഡിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ആ ഒരു ചെരിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരറ്റത്ത് നിന്ന് ഇതേപോലെ 2 സെൻറ്റിമീറ്റർ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത് 12 സെൻറ്റിമീറ്റർ വരുന്ന ആ ഒരു വശത്തു നിന്നാണ് നമ്മൾ 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ നടുക്കേക്കൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 സൈഡിലും ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം അതൊരു നടുക്കൊരു കോണിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു മേലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു കോണ് പോലെ വരുന്ന ആ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് പറയുന്ന ടൈമിൽ മനസ്സിലാകുന്നില്ല, ഇങ്ങനെ വീഡിയോ കാണുന്ന മനസ്സിലാകും. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു പാർട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 പാർട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്, ഒരു വീടിൻ്റെ മേൽക്കൂരയുടെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു പീസ് കൂടെ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പീസ് കൂടെ സെയിം ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിന് 4 ചുമരുകളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം 2 നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് അടുത്ത 2 ചുമരാണ്. അപ്പോൾ അത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 10 × 15 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ പീസ് കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതങ്ങനെ ചുമരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആവശ്യമുള്ളത് ഇതിൻ്റെ ഫ്ലോറും മേൽക്കൂരയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഇതിൻ്റെ വാതിലും ജനലും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിന് ജസ്റ്റ് അളവൊന്നുമില്ല, നമ്മുടെ ഇടയിൽ നടക്കുന്ന ഇതേപോലെ ഒരു വാതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ജനലാണുള്ളത്. അപ്പോൾ ജനൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ 6 സെൻറ്റിമീറ്ററിൻ്റെ അതേപോലെ തന്നെ ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ പീസ് ഇതേപോലെ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ എക്സ്റ്റൻഷൻ ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പാടാണ്, ഈ ഒരു ബ്ലേഡിന് നീളമില്ലായിരുന്നു, പൊട്ടിപ്പോയതുകൊണ്ട് തന്നെ കുറച്ച് പാടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, ഞാനത് കട്ട് ചെയ്തെടുത്തു അങ്ങനെ. അപ്പോൾ ഇനി നമ്മൾ അതേപോലെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ ഇതേപോലെ ജനൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 അത് സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ആ ഒരു ഫ്ലോറിൻ്റെ പീസാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പീസ് തന്നെ എടുത്തിട്ടുണ്ട് കാർഡ്ബോർഡിൻ്റെ. അപ്പോൾ ഇത് 21 × 21 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വലിയൊരു സ്ക്വയർ പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ജനലിൻ്റെ കമ്പി പോലെ ജസ്റ്റ് അതിനൊരു ഹോൾസ് ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു 4 കള്ളി പോലെ ആക്കിയിട്ട് അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ചെറിയ 2 പീസ് ഇതേപോലെ ചെറിയൊരു പീസ്, അതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു കുരിശ്, ഒരു പ്ലസിൻ്റെ ചിഹ്നം പോലെ ഇതേപോലെ ബാക്കിലായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിടുന്ന ടൈമിൽ ആ ഒരു ജനലിൻ്റെ വ്യൂ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ ഒട്ടിച്ചു കൊടുത്തു. ഇനി അതാ നമ്മൾ ഫ്ലോറിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 21 × 21 സെൻറ്റിമീറ്ററിനുള്ള സ്ക്വയർ ഷേപ്പാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു 4 ചുവരുകൾ നമ്മൾ സെറ്റായല്ലോ, അപ്പോൾ ജസ്റ്റ് അത് ഒട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് മേൽക്കൂരൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അതിന് മുൻപായിട്ട് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ആ ഒരു ജനലിൻ്റെ 2 പീസ് ഇതേപോലെ വെച്ച് കൊടുത്തു, ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു. അതിൻ്റെ അറ്റം നമ്മൾ ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഈ ഒരു എന്തിനിങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇത് ഒട്ടിക്കുന്ന ടൈമിൽ ആദ്യം എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടുമോ എന്നുള്ളത്. കാരണം ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രീതിയിൽ തന്നെ ഒട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് നമ്മുടെ ആ ഒരു മാസ്കിങ് ടൈപ്പിൽ അത് വെച്ചിട്ട് ഒട്ടിക്കാനൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇത് അതിനേക്കാളും നല്ലത് ഈ ഒരു ഗ്ലൂ ഗണ്ണ് തന്നെയാണ് എനിക്ക് തോന്നി. അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ട് സെറ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആദ്യമേ അതൊന്ന് സെറ്റാക്കി വെക്കാമെന്നുള്ളതിൽ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ വാതിലിൽ ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ മുന്നിലൊക്കെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ജനലിൻ്റെ ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് മേൽക്കൂരയാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പം മേൽക്കൂര എന്ന് പറയുന്നത് ഏകദേശം ഒരു
21x21 ആ ഒരു അളവ് തന്നെയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം മേൽക്കൂര നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പത്തിലൊക്കെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഇനി അത് ഒരു വീടിന് കണക്കാക്കിയിട്ട് വേണ്ടവർക്ക് അങ്ങനെയൊക്കെ എടുക്കാം. അപ്പം ഞാൻ മേൽക്കൂര എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇത് കട്ടിയുള്ള കാർഡ്ബോർഡാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ലെയർ നമ്മൾ ഇതേപോലെ നീക്കം ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഒരു 6 ആഗ് ഷേപ്പിലുള്ളൊരു സംഭവം ഇതേപോലൊരു സംഭവം കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേൽക്കൂര സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ തന്നെ അത് പെട്ടെന്ന് കിട്ടും. ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം വീഡിയോ ഭയങ്കര ലാഗായി. ഇപ്പം ജസ്റ്റ് ഇതേപോലെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ച് പീസായിട്ട് ഇതേപോലെ പറഞ്ഞു പോകുന്നോളും. അപ്പോൾ അതങ്ങനെ നമ്മൾ മേൽക്കൂര സെറ്റ് ചെയ്തു. അപ്പം ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു മടക്ക് വരുന്ന സംഭവമില്ല, അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്കിത് 2 പീസായിട്ട് തന്നെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് വീടിൻ്റെ മേലെ ഇതുപോലെയാണല്ലോ നമ്മൾ സെറ്റ് ചെയ്യുക, ഒരു കോണ് പോലെ അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് നേരെയുള്ളൊരു കാർഡ്ബോർഡാണ് കിട്ടുന്നതെങ്കിൽ ജസ്റ്റ് നമ്മൾ നടുക്കൊന്ന് മടക്കി കൊടുത്താൽ ആ ഒരു ഷേപ്പിൽ നമ്മുടെ വീടിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ അത് സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള മതിലാണ്. അപ്പോൾ മതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഏകദേശം ഒരു 1.5 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ വിടുത്തിൽ ഞാൻ ഇതേപോലെ വലിയൊരു പീസ് ആ ഒരു കാർഡ്ബോർഡിനെ നേരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ജസ്റ്റ് ഇതേപോലെ വെച്ച് നോക്കി അളവ് നോക്കിയിട്ട് ഓരോരു 4 പീസാണല്ലോ വേണ്ടത്. അപ്പോൾ 4 പീസ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അളവൊന്നും എടുത്തില്ല, ജസ്റ്റ് ആ ഒരു ഷേപ്പിൽ അതേപോലെ വെച്ച് നോക്കി എൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതങ്ങനെ 4 ഭാഗങ്ങളല്ല, മുന്നിൽ നമ്മൾ ആ ഒരു സൈഡിൽ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്യുമല്ലോ, പിന്നെ ആ ഒരു ഗേറ്റ് പോലത്തെ ആ ഒരു ഭാഗം മാത്രം വിട്ടിട്ട് ബാക്കി ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ മതിൽ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിൽ പണിയുന്നത് എൻ്റെ മോനാണ്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന ടൈമിൽ ഓനും അങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അത് ഓനും അങ്ങനെ അവിടെ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പെയിൻറ്റ് ചെയ്യേണ്ട ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിങ്ങനെ ഇത് വീടൊക്കെ സെറ്റായി വന്നപ്പോൾ പെയിൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ പെയിൻറ്റ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു പെയിൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈറ്റ് കളർ വീടിന് മൊത്തം അടിച്ചു കൊടുത്തു, വീടിന് മാത്രം പുറമേ മാത്രം ഒന്ന് അടിച്ചു കൊടുത്തു. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു മേൽക്കൂരൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കളർ മിക്സ് ചെയ്യാൻ എനിക്ക് അറിയില്ല. പക്ഷേ ജസ്റ്റ് ആ ഒരു വീടിൻ്റെ ഒറിജിനാലിറ്റി കിട്ടണമല്ലോ എന്ന് അറിയാണ്ട് എന്തൊക്കെയോ ഐഡിയ ഒക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഓറഞ്ചും ബ്ലാക്കും അതേപോലെ തന്നെ ഒരു ബ്രൗൺ കളർ ഉണ്ടായിരുന്നു, ആ ഒരു കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കളറിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം 3 കളറും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിരുന്ന ആ ഒരു ഭാഗത്തിന് ഞാൻ മണ്ണിൻ്റെ കളർ, അതായത് ജസ്റ്റ് ഈ ഒരു ഓടിനടിച്ച മേൽക്കൂരൊക്കെ അടിച്ച കളറൊക്കെ അടിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ ആ ഒരു കളർ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് വിചാരിച്ചു വെറുതെ അങ്ങനെ കിടക്കുന്ന ടൈമിൽ എന്തോ പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ഇതേപോലെ ആ ഒരു ഗ്രീൻ കളർ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തു. അപ്പോൾ ഗ്രീൻ കളർ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഈ ഒരു കളറൊക്കെ ചെയ്യുന്ന ടൈമിൽ എല്ലാത്തിനും കുറച്ച് ഒരു 1-2 ഡ്രോപ്സ് തുള്ളി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കളർ ഒന്നാമത് കുറവായിരുന്നു. പിന്നെ ഞാൻ കാർഡ്ബോർഡിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു വെള്ളം ആഡ് ചെയ്യുന്നത് പതിവാണ്. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ പെയിൻറ്റ് സ്പ്രെഡായിട്ട് കിട്ടും. അതേപോലെ തന്നെ വെള്ളം അധികമായി പോയാൽ ഡ്രൈ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ കാർഡ്ബോർഡും അതേപോലെ പേപ്പറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാമേജ് വരും. അപ്പോൾ ഇതിലെന്തായാലും ഞാനൊരു തുള്ളി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു പെയിൻറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഈ മുറ്റം വെറുതെ ഇങ്ങനെ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഫ്ലവറിൻ്റെ ചെറിയൊരു പൂമ്പൊടി പോലത്തെ ആ ഒരു ഭാഗം ഉണ്ടാവില്ല, അതിൽ നിന്നും കുറച്ച് ഇതേപോലെ കട്ട് ചെയ്ത് കുറച്ച് കുഞ്ഞു പീസ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ നീളത്തിലൊരു പീസ് ഇതേപോലെ 2 സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു കുഞ്ഞു പൂമ്പൊടി പോലെ വരുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഇതേപോലെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസിലേക്ക് സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ചെടിയൊക്കെ വെക്കുന്ന ആ ഒരു രീതിയിൽ അങ്ങനെ ആക്കിയെടുത്തു. ഇനി അത് അതിലേക്ക് വെച്ച് കൊടുത്തു. അത് ഒരെണ്ണം ഈ ഒരു വീടിൻ്റെ മുൻപിലായിട്ടും ഒരെണ്ണം ഇതേപോലെ സൈഡിലായിട്ടൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാ എൻ്റെ മോൻ്റെ കൈകൾ അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ വീട് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോൻ്റെ പണിയാണ്. അതിലൊരു മാനിനെയൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ അവന് പറഞ്ഞിട്ട് മനസ്സിലായില്ല, വീട്ടിൽ മാൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ വീടൊക്കെ സെറ്റായി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മൾ എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും വൃത്തിക്ക് ഇങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. സംഭവം ഇത് ഭയങ്കര നീറ്റ്നെസ് ഒന്നും ആയില്ലെങ്കിലും എനിക്കിത് ഭയങ്കര തൃപ്തിയായി. കാരണം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ രീതിയിൽ കിട്ടും, ഒരു വീട് എന്നുള്ള രൂപത്തിൽ തന്നെ കിട്ടുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ സ്വയം ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ കണ്ണിൽ ഇതിന് ഭയങ്കര ഭംഗി. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പം ടാറ്റാ ബൈ ബൈ, സീ യു. ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.